അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. സുവിശേഷം പ്രസംഗിക്കരുതെന്ന ഒരു വിലക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാരും ദൈവമക്കളും അവർ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുവാൻ കൂടിയിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാണ്. പ്രതികൂലം മാറാൻ വേണ്ടിയല്ല അവർ പ്രാർത്ഥിച്ചത്. പ്രതികൂലങ്ങളെ കീറി മുറിച്ച് മുന്നേറാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ശക്തി തരണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. തിരുവചനം പറയുന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു. പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു. ദൈവവചനം വീണ്ടും ശക്തിയോടെ പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിച്ചു എന്നാണ്. ഈ ദിവസങ്ങളിൽ പ്രതികൂലം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതികൂലങ്ങളെ കീറി മുറിച്ച് മുന്നേറാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ തിരുവചനത്തിൽ പറയുന്നത് പോലെ അവരെ ദൈവം ശക്തീകരിച്ചെങ്കിൽ നമ്മളെയും ദൈവം ശക്തീകരിച്ച് മുന്നേറുവാൻ നമുക്ക് ദൈവം കൃപ നൽകും. ആമേൻ.